ഹായ് ഹലോ വെൽക്കം യു ആൾ ടു ഇക്കണോമെട്രിക്ക. ഇന്ന് ഏതൊരു ജനറൽ PSC എക്സാംസിനും എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ. ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട്. അതേപോലെ തന്നെ പല കാൻഡിഡേറ്റ്സിനും ഇക്കണോമിക്സിന്റെ സെക്ഷൻ കുറച്ച് ടഫ് ആണെന്നും പറയാറുണ്ട്. അതിനൊരു സൊല്യൂഷൻ മാർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഇവിടെ ലക്ഷ്യം വെക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ബേസിക് ആയി എല്ലാ PSC എക്സാമിനും ചോദിക്കുന്നതാണ് ഇന്ത്യയുടെ സാമ്പത്തിക രംഗത്തെ കുറിച്ച്. അവിടെ നിങ്ങൾ എക്കണോമിക് സർവേ നോക്കണം, ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ് നോക്കണം, അതേപോലെ പഞ്ചവത്സര പദ്ധതികൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഞ്ചവത്സര പദ്ധതി. അപ്പൊ പഞ്ചവത്സര പദ്ധതിയുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, പ്ലാനിംഗ് കമ്മീഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, അതേപോലെ നീതി ആയോഗ്, പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് വന്ന ബോഡിയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നീതി ആയോഗുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യം വരാറുണ്ട്. അതേപോലെ നവ സാമ്പത്തിക പരിഷ്കാരങ്ങൾ, ന്യൂ എക്കണോമിക് പോളിസീസ്, ധനകാര്യ സ്ഥാപനങ്ങൾ, പലതരത്തിലുള്ള ധനകാര്യ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അല്ലെ. അപ്പം ധനകാര്യ സ്ഥാപനങ്ങൾ അത് ഏത് വർഷമാണ് വന്നത്, ഫുൾ ഫോം, അവരുടെ ഒബ്ജക്റ്റീവ്സ്. നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും ഇങ്ങനെ റാപ്പിഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസും അവിടെ ധാരാളമായി ചോദിക്കാറുണ്ട്. കാർഷിക വിളകളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ, ധാതുക്കൾ, ഹരിത വിപ്ലവവുമായി റിലേറ്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ, ഇതെല്ലാം തന്നെ ഇന്ന് നമുക്ക് ജനറൽ PSCക്ക് അതായത് PSC റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഒരു എക്കണോമിക്സിന്റെ ഏരിയ ആണ്. അപ്പൊ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കുറെ ചോദ്യങ്ങളും കോൺസെപ്റ്റുകളുമാണ് നമ്മൾ ഈ വരുന്ന ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാനായി പോകുന്നത്. സോ ഇതൊരു നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള പാക്ക് പോലെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ എല്ലാവരും റെഡിയാണ്. ഇനി നമുക്ക് ജനറൽ PSC ഏരിയയിൽ എക്കണോമിക്സിന്റെ മാർക്ക് കുറയില്ല എന്ന് തന്നെ മനസ്സിൽ വെക്കാം. അപ്പൊ എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും എന്ന് തന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് താങ്ക് യു.